അപ്പോൾ ഇനി ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം ചോദിക്കും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ഭരണഘടനയിൽ എവിടെയും ഗവർണറുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, കൂട്ടുകാരോടൊന്ന് ചോദിക്കട്ടെ, പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ആ ആർട്ടിക്കിൾ ഏതാണ് ഇംപീച്ച്മെൻറ്റ് എന്നുള്ളത് അറിയാവുന്ന കൂട്ടുകാർ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ശരി ഉത്തരം നമുക്കൊന്ന് നോക്കാം. ഹലോ ഹായ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻട്രിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സാമൂഹ്യ നീതി വകുപ്പിൽ പ്രൊബേഷൻ ഗ്രേഡ് ഓഫീസർ ഗ്രേഡ് 2 ആവാം. ഇതിനുള്ള യോഗ്യതകൾ എന്താണ്, ഇതിൻ്റെ ക്ലാസ്സുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ള ക്ലാസ്സുകൾ ഓൾറെഡി നമ്മുടെ എൻട്രിയുടെ ആപ്പുകളിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്ത്യൻ പോളിറ്റിയുമായി ബന്ധപ്പെട്ട് ജനറൽ പേപ്പറിൽ ഇന്ത്യൻ പോളിറ്റിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ് എൻട്രിയുടെ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് പ്രിയപ്പെട്ട കൂട്ടുകാർ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടണും അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ആ കമൻറ്റ് ബോക്സിലും പിന്നെ അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസ് വീഡിയോസൊക്കെ കാണുന്നതിന് വേണ്ടി ഒന്ന് എന്ത് ചെയ്യുക, ആ ബെൽ ബട്ടനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതേപോലുള്ള സാമൂഹ്യനീതി വകുപ്പിലേക്ക് കീഴിലുള്ള പ്രൊബേഷൻ ഓഫീസറിലേക്ക് എക്സാം എഴുതുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് സജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സെനേറിയോയിൽ വളരെ അപ്കമിങ് എക്സാംസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കുറേയധികം ബ്ലൂമിംഗ് ആയിട്ടുള്ളൊരു ഇയറാണ് 2024 എന്ന് പറയുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഒന്നാണ് സാമൂഹ്യനീതി വകുപ്പിൽ ഈ പ്രൊബേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അതിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട സിലബസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു സെഷനിൽ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് നിങ്ങളുമായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ പേര് ശ്യാംശങ്കർ എന്നാണ്. ഓക്കെ, ഞങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ ഡിഗ്രി ലെവലിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റി ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, എമംഗ് ദ ഫോളോയിങ് വൺ ഇസ് നോട്ട് കറക്റ്റ്, വിച്ച് വൺ ഇസ് ദാറ്റ്? ഏതാണ് താഴെ പറയുന്നതിൽ ഏതോ ഒരു ആർട്ടിക്കിൾ, ഈ പറയുന്ന ഓപ്ഷൻസ് തെറ്റാണ്, അതിലേതാണ് എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 324 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിലേറ്റഡ് ടു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ആർട്ടിക്കിൾ 324 എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് എന്നുള്ളതാണ് ഫസ്റ്റ് ഇതിൽ പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് മെമ്പേഴ്സ് ഓഫ് ദി ഇലക്ഷൻ കമ്മീഷൻ ആർ അപ്പോയിൻറ്റഡ് ബൈ ദി ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എലക്ഷൻസ് ടു ദ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ കണ്ടക്റ്റഡ് ബൈ ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇനി നാലാമത്തെ എന്ന് പറയുന്നത് 25th ജനുവരി ഈസ് സെലിബ്രേറ്റിംഗ് ആസ് എ നാഷണൽ വോട്ടേഴ്സ് ഡേ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ് ഇപ്പോൾ എല്ലാവരുടെയും കാണുന്നത്. കടുകട്ടിയായിട്ടുള്ള ചോദ്യങ്ങളാണ് പലവരെയും കാണുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എഴുതാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് എൻട്രിയുടെ ഈ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം കാണുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ടെൻഷൻ ഉണ്ടാവും. ഓക്കെ, പഠിച്ച ആളുകൾക്ക് കുറച്ചുകൂടെ കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ആർട്ടിക്കിൾ 324 എന്ന് പറയുന്നത് ഭരണഘടനയിൽ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റാണ്. ഓക്കെ, ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങൾ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ഇന്ത്യയിലുള്ള എല്ലാ പ്രധാനപ്പെട്ട ഭരണഘടനാ പദവികളും അതിലിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും, ഓക്കെ, ഈ പറയുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരെയും അതുപോലെ മറ്റുള്ള അംഗങ്ങളെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് സെക്കൻഡ് ഓപ്ഷനും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, ഇനി ഫോർത്ത് ഓപ്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. 1950 ജനുവരി 25 ഇന്ത്യയിൽ ആദ്യ ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമാവുന്നത്. സുകുമാർ സെൻ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു ആദ്യത്തെ ഈ പറയുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആദ്യത്തെ ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്കമിങ് ഇലക്ഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ പോലുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇലക്ഷൻസ് ടു ലോക്കൽ സെൽഫ് ഗവേണിംഗ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുക. ആർ കണ്ടക്റ്റഡ് ബൈ ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ഇവിടുത്തെ തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഈ തേർഡ് ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട members of the election commission are appointed by the honorable president of India. ഇനി നാഷണൽ വോട്ടേഴ്സ് ഡേ എന്ന് പറയുന്നത് ജനുവരി 25 ഓക്കെ, ഇനി അതുപോലെ തന്നെ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ആയിക്കോട്ടെ, രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ഇന്ത്യയുടെ ഏറ്റവും വലിയ പദവിയായിട്ടുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ്. എന്നാൽ ഒരു സംസ്ഥാനത്തിലെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ മാത്രം കണ്ടക്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. ഓക്കെ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ പറയുന്ന സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളെയും ബാക്കിയുള്ള എല്ലാവരെയും അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞു. സ്റ്റേറ്റിലെ ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് ഗവർണറാണ്.
കേന്ദ്രത്തിൽ ഈ പറയുന്ന രാഷ്ട്രപതിയുടെ പദവി എന്താണോ അതേ തന്നെയാണ് ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവർണറാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ 243K എന്ന് പറയുന്ന ആർട്ടിക്കിളിലെ ഫസ്റ്റ് സബ് ക്ലോസ് ആണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന് പറയുന്നതിൽ റൂറൽ ഏരിയാസിൽ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഗ്രാമപഞ്ചായത്ത് ആയിക്കോട്ടെ, ബ്ലോക്ക് പഞ്ചായത്ത് ആയിക്കോട്ടെ, ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന ആർട്ടിക്കിൾ 243K എന്ന് പറയുന്നത് പ്രകാരം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും. ഇനി ആർട്ടിക്കിൾ 243 പ്രകാരമാണ് നഗരപ്രദേശങ്ങളിലേക്കുള്ള മുനിസിപ്പാലിറ്റികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, ഇന്ത്യയിലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ്, രാജ്യസഭാ തെരഞ്ഞെടുപ്പ്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്, സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും. ഓക്കെ, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും. ഇനി അതാത് സംസ്ഥാനങ്ങളിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാത്രമാണ് അതാത് സംസ്ഥാനങ്ങളിലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇവിടെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ഗവർണറാണ്, ബാക്കിയുള്ള സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനിൽ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി പ്രസിഡന്റ് ആണ്. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളെ റിമൂവ് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനാണ്. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് താഴെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തിട്ടാൽ മതി. കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്ത് മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, മുൻവർഷം ചോദിച്ചിട്ടുള്ളൊരു വേറൊരു എക്സാം, ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് or are correct about the termination of a governor of a state before the due term? അദ്ദേഹത്തിൻ്റെ ടേം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തെ പുറത്താക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടെർമിനേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരി? ഒന്ന് ആൻസർ അറിയുന്ന ആളുകൾ പോലും ഒന്ന് കൺഫ്യൂസ് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ് ഈ പറയുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് നോക്കിയേ, ഡിസ്മിസൽ ബൈ ദ പ്രസിഡന്റ്. ഓക്കെ, പ്രസിഡന്റ് അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, റെസിഗ്നേഷനിലൂടെ അദ്ദേഹത്തിൻ്റെ ടേം കഴിയുന്നതിന് മുമ്പ് ടെർമിനേറ്റ് ആവാം. ഇനി മൂന്നാമത്തേത് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, പ്രസിഡന്റ് പോലുള്ള ആളുകളെയൊക്കെ പുറത്താക്കുന്ന ഒരു പ്രൊസീജിയറിനെയാണ് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നാലാമത്തേന്ന് പറയുന്നത് കോർട്ട് ഓർഡർ എന്ന് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി എന്നുള്ളത് ചോദ്യം. ഓക്കെ, ആദ്യത്തെ ഓപ്ഷൻ നോക്കിയേ, ഓൾ ഓഫ് ദി അബോവ്, എല്ലാം ശരിയാണ് എന്ന് പറയുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ, 1, 2 and 1, 2 and 3 ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. 1, 2 and 3 ആണ് ഉദ്ദേശിക്കുന്നത്. 1, 2 and 3 ആണ് സെക്കൻഡ് ഓപ്ഷൻ. ഇനി തേർഡ് ഓപ്ഷൻ നോക്കിയേ, ഓൺലി 2 and 4 എന്നാണ് പറയുന്നത്. ഓക്കെ, 2 and 4 ആണ് ചെയ്യുന്നത് പറയുന്നത്. നാലാമത്തെ ഓപ്ഷൻ പറയുന്നത് 1ഉം 2ഉം എന്നുള്ളതാണ്. ഓക്കെ, ആൻസർ ഒന്ന് നോക്കിയാൽ ഫസ്റ്റും സെക്കൻഡുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഗവർണറെ ഡിസ്മിസ് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റിനാണ്. അതുപോലെ തന്നെ ഗവർണർ റിസൈൻ ചെയ്താലും ആ സീറ്റ് വേക്കൻ്റ് ആവും. അങ്ങനെ രണ്ട് സാഹചര്യത്തിൽ മാത്രമേ ഗവർണറിൻ്റെ ടെർമിനേറ്റ് ചെയ്യുന്നതിന് മുമ്പ്, ഓക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു പീരീഡ് കഴിയുന്നതിന് മുമ്പ്, ടെന്യൂർ കഴിയുന്നതിന് മുമ്പ് ടെർമിനേറ്റ് ആവാനായിട്ട് സാധ്യതയുള്ളൂ. ഗവർണർ എന്ന് പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക, ഒരു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനമാണ് ഗവർണർ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ കേന്ദ്രത്തിൽ പ്രസിഡന്റിന് എന്താണോ റോള് അതേപോലെ തന്നെയായിരിക്കും സംസ്ഥാനങ്ങളിൽ ഗവർണർക്കും ഉണ്ടാവുക. പ്രസിഡന്റിനും അതുപോലെ തന്നെ അനലോഗസ് ആണ് ഈ പറയുന്ന ഗവർണറിൻ്റെ പദവി എന്ന് പറയുന്നത്. അപ്പോൾ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ആരാണ് ഗവർണർ അപ്പോയിൻറ്റ് ചെയ്യുന്ന അതോറിറ്റി? ഗവർണർ അപ്പോയിൻറ്റ് ചെയ്യുന്ന അതോറിറ്റി ഇന്ത്യൻ പ്രസിഡന്റാണ്. ഇന്ത്യൻ പ്രസിഡൻ്റാണ് തീരുമാനിക്കുന്നത് ആരാവണം ആ കേരള സംസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ്, ആരാവണം തമിഴ്നാടിൻ്റെ പ്രസിഡന്റ്, ആരാണ് ഗവർണർ ഈ പറയുന്ന മഹാരാഷ്ട്രയ്ക്ക് ആവേണ്ടത്, അങ്ങനെയെല്ലാം തീരുമാനിക്കാനുള്ള അധികാരം പ്രസിഡന്റിനാണ്. ഇനി അദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾക്ക് കോമൺ ഗവർണറായിട്ടും അപ്പോയിൻറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഭരണഘടന നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഗവർണറുമായി തീർച്ചയായിട്ടും ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണെങ്കിൽ അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കേണ്ടത് എത്രത്തോളം കാലം ഈ പറയുന്ന ഗവർണർ എന്ന് പറയുന്ന പദവി അദ്ദേഹത്തിന് അലങ്കരിക്കാം. ഓക്കെ, അദ്ദേഹത്തിന് പ്രസിഡന്റിന് തോന്നുകയാണ് ഈ പറയുന്ന ഗവർണർ ഈ പറയുന്ന ഭരണഘടനയ്ക്ക് അനുയോജ്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഒരു തരത്തിലുള്ള വയലേഷൻസും നടത്തുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ടേം എന്ന് പറയുന്നത് ഭരണഘടനയിൽ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. അതൊരു മുൻവർഷ ചോദ്യമാണ്. ഗവർണറിൻ്റെ ടേം എത്രയാണ്? ഫസ്റ്റ് ഓപ്ഷൻ 5 വർഷം, സെക്കൻഡ് ഓപ്ഷൻ 6 വർഷം, തേർഡ് ഓപ്ഷൻ 3 വർഷം, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദി എബോവ് എന്നുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നൺ ഓഫ് ദി എബോവ് ആണ്. കാരണം ഗവർണറുടെ ടേം എന്ന് പറയുന്നത്, ടെന്യൂർ എന്ന് പറയുന്നത് ഭരണഘടനയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി ഗവർണറിൻ്റെ പുറത്താക്കേണ്ട ഇംപീച്ച്മെൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഗവർണറെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അധികാരവും പ്രസിഡന്റാണ്. ഗവർണറെ പുറത്താക്കേണ്ടത് അധികാരവും ആർക്ക് തന്നെയാണ്? ഇന്ത്യൻ പ്രസിഡന്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് എത്ര കാലം ഒരു വ്യക്തി അവിടെ ഗവർണറായിരിക്കണം, എത്ര കാലം ആവണ്ട എന്നെല്ലാം തീരുമാനിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ആ കൺസെപ്റ്റ് ഒന്ന് കൃത്യമായിട്ട് വെക്കുക. ഇനി ഗവർണർക്ക് എങ്ങാനും റിസൈൻ ചെയ്യണമെങ്കിൽ അത് രാജിക്കത്ത് ആർക്കാണ് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ആയിട്ടുള്ള
പ്രസിഡന്റിന് തന്നെയാണ് ഗവർണർ എന്ത് ചെയ്യുക, നമ്മൾ അപ്പോൾ ഇത് ചെയ്യുന്നത്, റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഭരണഘടനയിൽ ഏത് ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം ചോദിക്കും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ഭരണഘടനയിൽ എവിടെയും ഗവർണറുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, കൂട്ടുകാരോടൊന്ന് ചോദിക്കട്ടെ, പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ആ ആർട്ടിക്കിൾ ഏതാണ് ഇംപീച്ച്മെൻറ്റ് എന്നുള്ളത് അറിയാവുന്ന കൂട്ടുകാർ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ശരി ഉത്തരം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അധികം ദീർഘിപ്പിക്കുന്നില്ല, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അണ്ടർ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി? ഒരു രാജ്യത്തെ പൗരന് അദ്ദേഹത്തിൻ്റെ രാജ്യത്തോട് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകളുണ്ട്. ഓക്കെ, ആ മൗലിക കർത്തവ്യങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഈ താഴെ പറയുന്നവയിൽ ഏതല്ല എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കൺസെപ്റ്റ് കൂട്ടുകാർക്ക് മനസ്സിലാക്കി വെക്കുക. എത്ര ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ടോ അത്രയും കാര്യങ്ങൾ എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കണം. എങ്കിൽ മാത്രമേ അല്ലാത്തത് ഏത് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിനുവേണ്ടിയാണ് കൂട്ടുകാരെ താഴെ കാണുന്ന നമ്പറിലൊന്ന്, ആ സ്ക്രോളിംഗ് നമ്പറിലേക്ക് ഒന്ന് വിളിച്ചെന്ന് തന്നെ ഈ പറയുന്ന ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ടു വോട്ട് ഇൻ പബ്ലിക് ഇലക്ഷൻസ് എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സയൻറ്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. തേർഡ് എന്ന് പറയുന്നത് പബ്ലിക് പ്രോപ്പർട്ടി സേഫ് ഗാർഡ് ചെയ്യുക, ഓക്കെ, പൊതുമുതൽ സംരക്ഷിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. 4 എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനും അതിനോട് അബൈഡ് ചെയ്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ വിധേയമായി പ്രവർത്തിക്കുക, അതിന് ഉയർത്തിപ്പിടിപ്പിക്കുന്ന ആശയങ്ങൾക്ക്, ഓക്കെ, അതിന് റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് 4 ഓപ്ഷൻസ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക, ഇതിലേതാണ് ഈ പറയുന്ന തെറ്റായിട്ടുള്ള ഉത്തരം, ഓക്കെ, ഏതാണ് തെറ്റായിട്ടുള്ള ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്നുള്ളതാണ് ചോദ്യം. കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. പൊതുമുതൽ സംരക്ഷിക്കേണ്ടത് ഒരു വ്യക്തിയുടെ ചുമതലയാണ്. ഓക്കെ, അതുപോലെ തന്നെ സയൻറ്റിഫിക് ടെമ്പർ സ്വയം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു മൗലിക കർത്തവ്യമാണ്. അതുപോലെ തന്നെ ഭരണഘടനയോടും ഭരണഘടനയെ ഉയർത്തിപ്പിടിപ്പിക്കുന്ന ആശയങ്ങളോടും റെസ്പെക്റ്റ് പുലർത്തുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട മൗലിക കടമകളാണ്. അങ്ങനെയാണെങ്കിൽ ഇല്ലാത്ത ഉത്തരം വോട്ട് ചെയ്യാൻ എവിടെയും മൗലിക കടമയായിട്ട് പറയുന്നില്ല. ഓക്കെ, അതൊരു പൗരധർമ്മമാണ് ഈ പറയുന്ന ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ലോക്സഭ ഇലക്ഷനൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം എക്സാമിന്, അപ്കമിങ് ഏത് എക്സാമിനും ആയിക്കോട്ടെ, ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കി വയ്ക്കുക. ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ ഒരിക്കലും മൗലിക കടമകളിൽ മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ടാക്സ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവിടെയും ശരിയായിട്ട് ഉത്തരം മാർക്ക് ചെയ്യുക, നോ എന്നാണ് ഉത്തരം. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ്റെ പാർട്ട് 4A നമ്മളുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. ആർട്ടിക്കിൾ 51A എന്ന് പറയുന്ന ഒരൊറ്റ ആർട്ടിക്കിളിലായിട്ടാണ് നമ്മളുടെ മൗലിക കടമകൾ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ USSR എന്നറിയപ്പെടുന്ന ഇന്നത്തെ റഷ്യയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു മൗലിക കടമകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കൺസെപ്റ്റ് ബോറോ ചെയ്യുന്നത് നമ്മുടെ ഭരണഘടനയിലേക്ക്. അന്ന് ബോറോ ചെയ്യുന്നതിന് സമയത്ത് ഈ പറയുന്ന നമ്മളുടെ ഏത് കമ്മിറ്റിയാണ് ഇത് ശുപാർശ ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഓക്കെ, അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു. അവരാണ് ഈ പറയുന്ന സ്വരൺ സിംഗിനെ ഈ പറയുന്ന കമ്മിറ്റി പഠിക്കുന്നതിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അവരാണ് ഈ പറയുന്ന ശുപാർശ ചെയ്തുകൊണ്ട് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് പാർട്ട് 4A 51A എന്ന് പറയുന്ന ആർട്ടിക്കിളിലായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനീഷ്യലി 10 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും അവസാനമായിട്ട് 86ാമത്തെ അമെൻമെൻറ്റ് ആക്ടിലൂടെ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക്, ഓക്കെ, കുട്ടികളുള്ള മാതാപിതാക്കളോ രക്ഷിതാക്കളോ ഉണ്ടെങ്കിൽ അവരുടെ മൗലിക കർത്തവ്യമാണ് തൻ്റെ കുട്ടിക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസം നേടിക്കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, ഞാനൊരു രക്ഷകർത്താവാണെങ്കിൽ 6 വയസ്സിനും 14 വയസ്സിനുമുള്ള കുട്ടി എനിക്കുണ്ട് എങ്കിൽ എൻ്റെ കർത്തവ്യമാണ് ആ കുട്ടിക്ക് വിദ്യാഭ്യാസം, പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, എൻ്റെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ്. ഇതാണ് 86th അമെൻമെൻറ്റ് ആക്ടിൽ പറയുന്നത് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യം. ഓക്കെ, അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനീഷ്യലി ഇപ്പോൾ നേരത്തെ 10 ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ 86ാമത്തെ അമെൻമെൻറ്റിലൂടെ 2002 ഇതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ മൊത്തം 11 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. ഇതൊരു ചോദ്യമാണ്. അന്ന് ഈ പറയുന്ന 86ാമത്തെ അമെൻമെൻറ്റിലൂടെ ഈ പറയുന്ന വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട മൗലിക കടമകൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. ഓക്കെ, അടൽ ബിഹാരി വാജ്പേയി, AB വാജ്പേയി. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മൗലിക അവകാശങ്ങളെ പോലെ നമുക്ക് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ചലഞ്ച് ചെയ്യാനായിട്ടൊന്നും അത് അവിടെ ഒന്നും പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പുറത്ത് വയലേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമൊക്കെ കാണുകയാണെങ്കിൽ പോലും പക്ഷേ കോടതിയൊന്നും നമുക്ക് ചലഞ്ച് ചെയ്യാനായിട്ട് സാധിക്കാത്തൊരു സംഭവമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അതൊരു വ്യക്തിയുടെ കടമയാണ്, പക്ഷേ അത് കോടതി മുഖേന ചലഞ്ച് ചെയ്യാനും സാധിക്കില്ല. ഇത് ജനങ്ങൾ പാലിക്കേണ്ട ഒരു സംഭവം സത്യമാണ്, പക്ഷേ ഇത് കോടതി മുഖേന നമുക്ക് ചലഞ്ച് ചെയ്യാനോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ഈ പറയുന്ന ഭരണഘടനയിലേക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ഈ പറയുന്ന മൗലിക കടമകൾ വരുന്നത് ആര് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് ഈ പറയുന്ന
പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അന്നത്തെ ഈ പറയുന്ന ലോ മിനിസ്റ്റർ എന്ന് പറയുന്നത് HR ഗോഖലെ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. HR ഗോഖലെ നിയമ മന്ത്രിയായും ഈ പറയുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് മൗലിക കടമകൾ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിലേക്ക് 42ാമത്തെ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, ഈ പറയുന്നതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, പലതവണ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, കൂട്ടുകാരൊന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നുണ്ടോ. ഈ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട് കൂട്ടുകാർ, ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നോട്ട് ചെയ്ത് വയ്ക്കുക. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 1953 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫോംഡ് ദി സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് ഫോർ തെലുഗു സ്പീക്കിംഗ് ഏരിയാസ് ഓൺ ദി ബേസിസ് ഓഫ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട്. അതായത് ഈ പറയുന്ന സ്റ്റേറ്റ് സംസ്ഥാന രൂപീകരണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ഈ പറയുന്ന തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഈ പറയുന്ന രൂപീകരിച്ചിട്ടുള്ള സംസ്ഥാനം ആന്ധ്രയാണ് എന്നുള്ളതാണ് 1953 എന്നൊരു ചോദ്യം. ഓക്കെ, ശരിയുള്ള ഉത്തരമല്ലേ? ശരിയാണ്. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യം, അടുത്ത ഓപ്ഷൻ HN കുൻസ്രു ചെയർമാനായും KM പണിക്കർ എന്ന മലയാളി ഉൾപ്പെടെ ഫസൽ അലി എന്ന് പറയുന്ന വ്യക്തികളടക്കം ഉള്ള ഒരു കമ്മിറ്റിയായിരുന്നു സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റി എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി മൂന്നാമത്തെ പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്ന കോൺഗ്രസ് ലീഡറാണ്. ഹി വെന്റ് ഓൺ എ ഇൻഡെഫിനിറ്റ് ഫാസ്റ്റ്. ഓക്കെ, അദ്ദേഹമാണ് നിരാഹാരം കിടന്ന് അങ്ങനെയാണ് തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നാലാമത്തെ, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വരുന്ന സമയത്ത് 1956 അതിൽ വരുന്ന സമയത്ത് 14 സ്റ്റേറ്റുകളും 6 യൂണിയൻ ടെറിട്ടറികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഒരു മിനിറ്റ് ഒന്ന് ക്വസ്റ്റൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഞാനൊന്ന് സൈലൻ്റ് ആയിട്ട് നിൽക്കാം, നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം ഒന്ന് വായിക്ക് നോക്കാം. ഈ 4 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിയാൽ ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണോ? ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിക്കുന്നത് 1953 ഒക്ടോബറിലാണ്. ശരിയാണ്. പക്ഷേ അത് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടാണോ? അല്ല. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ, HN കുൻസ്രു എന്നും പിന്നെ ഫസൽ അലിയും KM പണിക്കരും അടക്കമുള്ള 3 പേരായിരുന്നു ഈ പറയുന്ന സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റിയിൽ. പക്ഷേ അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഈ പറയുന്ന ഫസൽ അലി ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഓപ്ഷനും തെറ്റാണ്. ഓക്കെ, ഇനി സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന കോൺഗ്രസ് ലീഡറാണോ ഈ പറയുന്ന തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഈ പറയുന്ന ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിരാഹാരം കിടന്നത്? അല്ല, അത് പോറ്റി ശ്രീരാമുലു എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അതുകൊണ്ട് തേർഡ് ഓപ്ഷനും തെറ്റാണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, സ്റ്റേറ്റ് റീഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിരുന്നു 1956 ഈ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത്. കേരളമടക്കം ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 1953 ഒക്ടോബറിൽ ഈ പറയുന്ന തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു സംസ്ഥാനം എന്നുള്ള ആവശ്യം SK ദർ കമ്മിറ്റി ഈ പറയുന്ന ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം ഈ പറയുന്നത് ആദ്യം തന്നെ റിജക്റ്റ് ചെയ്തു. അതിനുശേഷം JVP കമ്മിറ്റി വരുന്നു സ്റ്റേറ്റ് റീഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അവരും ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം ക്യാൻസൽ ചെയ്യുന്നു. ആ സാഹചര്യത്തിലാണ് ആന്ധ്രാക്കാരനായിട്ടുള്ള പോറ്റി ശ്രീരാമുലു എന്ന് പറഞ്ഞിട്ടുള്ള നാഷണൽ ലീഡർ എന്ന് പറയുന്നത് 56 ദിവസം നീണ്ടു നിൽക്കുന്ന നിരാഹാര സമരത്തിന് നേതൃത്വം നൽകുന്നത്. തെലുങ്ക് സംസാരിക്കുന്ന ആളുകളെ ഈ പറയുന്ന മദ്രാസിൽ നിന്ന് മാറ്റിക്കൊണ്ട് ആന്ധ്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാന രൂപീകരണം വരണം എന്നുള്ള രീതിയിലായിരുന്നു ആവശ്യം. പക്ഷേ ഗവൺമെൻറ് അതിനോട് ഒരു വിസമ്മതിച്ചു. ഓക്കെ, 56 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ഒരു ഹങ്കർ സ്ട്രൈക്കിനൊടുവിൽ പോറ്റി ശ്രീരാമുലു അന്തരിച്ചു. രാജ്യത്തെങ്ങും വലിയ രീതിയിലുള്ള അജിറ്റേഷൻസിന് കാരണമായി, വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രശ്നങ്ങൾക്കും കാരണമായി. അങ്ങനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1953 ഒക്ടോബറിൽ ഫോഴ്സ്ഫുള്ളി ഈ പറയുന്ന ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടി രൂപീകരിക്കാനായിട്ട് ഫോഴ്സ്ഡ് ആവുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലുള്ള ആദ്യത്തെ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ചിട്ടുള്ള സംസ്ഥാനം അത് ആന്ധ്രാപ്രദേശാണ്. വർഷം 1953 ആണ്. ഓക്കെ, അതിന് പിന്നിലുള്ള വ്യക്തി എന്ന് പറയുന്നത് പോറ്റി ശ്രീരാമുലു എന്ന് പറഞ്ഞ വ്യക്തിയാണ്. തുടർക്കഥയായിട്ട് 1953 ഡിസംബർ 22 അന്നത്തെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? ഒരു സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നു. അതിൽ 3 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ചെയർമാൻ ഫസൽ അലി എന്ന് പറഞ്ഞ വ്യക്തി, ഓക്കെ, മലയാളിയായിട്ടുള്ള KM പണിക്കറും HN കുൻസ്രു അടക്കം 3 വ്യക്തികളായിരുന്നു ടോട്ടൽ അതിലുണ്ടായിരുന്നത്. അവർ ഈ പറയുന്ന റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 1955 30 സെപ്റ്റംബറാണ്. അതിൻ്റെ ഭാഗമായി 7ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് നടപ്പിലാക്കുന്നു. അതിൻ്റെ ഭാഗമായി 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുള്ള രാജ്യം മാറുന്നു. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാറിയിട്ടുള്ള സിനിമേറിയോ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് about the emergency powers of the union government? ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ
അടിയന്തരാവസ്ഥ കാലത്തുണ്ടാകുന്ന ചില അധികാരത്തെ പറ്റിയിട്ടുള്ളൊരു ചോദ്യമാണ്. അതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഈ പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 3 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എമർജൻസി പവേഴ്സ് ആർ ദർ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫസ്റ്റ് ഓപ്ഷൻ. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി may be made by the president at any time he is satisfied that the security of the India or any part of India has been threatened by war, external aggression or armed rebellion. കൂട്ടുകാരെ, ഈ പറയുന്ന ഒന്നാമത്തെ ഓപ്ഷനാണോ ശരി, രണ്ടാമത്തെ ഓപ്ഷനാണോ ശരി, രണ്ടും ശരിയാണോ അതോ രണ്ടും ശരിയല്ലയോ? ഏതാണ് ചോദ്യം? ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ എന്നാണ് ചോദിക്കുന്നത്. 3 തരത്തിലുള്ള എമർജൻസി ആണോ ഇന്ത്യയിലുള്ളത്? ഫസ്റ്റ് ഓപ്ഷൻ. രണ്ടാമത്തെ പറയുന്നത് ഈ പറയുന്ന എക്സ്റ്റേണൽ അഗ്രഷനോ യുദ്ധമോ ആംഡ് റിബല്യമോ സായുധ വിപ്ലവമോ കൊണ്ട് ഇന്ത്യ ഒരു സംഘർഷഭരിതമായി തോന്നിക്കഴിഞ്ഞാൽ പ്രസിഡന്റിന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പ്രസിഡന്റിന് എമർജൻസി പ്രൊക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്. രണ്ടും ശരിയാണോ, ഒന്നും ശരിയാണോ, രണ്ടും തെറ്റാണോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ആ ഓപ്ഷൻ ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാത്തതുകൊണ്ട് കൊടുത്തില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ഒന്ന് മനസ്സിലാക്കിയെടുക്കുക, രണ്ടും ശരിയാണ്. ഓക്കെ, രണ്ടും ശരിയാണ്. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ നാഷണൽ എമർജൻസി വിളിച്ചു ചേർക്കാൻ പ്രസിഡന്റിന് തോന്നും. അതിന് 3 കാരണങ്ങളാണ്. ഒന്ന് യുദ്ധം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ആംഡ് റിബല്യൺ. യുദ്ധമോ അല്ലെങ്കിൽ വിദേശ അധിനിവേശമോ അല്ലെങ്കിൽ ഈ പറയുന്ന സായുധ വിപ്ലവമോ കാരണമാണ് ഈ പറയുന്ന ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ വിളിച്ചു ചേർക്കാനുള്ള അധികാരം എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള എമർജൻസി ആണ് ഇന്ത്യയിലുള്ളത്. ഒന്ന് ദേശീയ അടിയന്തരാവസ്ഥ, പിന്നൊന്ന് സ്റ്റേറ്റിൽ പ്രസിഡൻസ് റൂൾ, രാഷ്ട്രപതി ഭരണം, 3 സാമ്പത്തിക അടിയന്തരാവസ്ഥ. അതിൽ ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്നുകിൽ യുദ്ധം കാരണമാവാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഗ്രഷൻ മൂലമാവാം, അല്ല എങ്കിൽ ഇന്റേണൽ ഡിസ്റ്റർബൻസിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ആംഡ് റിബല്യണിലൂടെ ആവാം. ഈ പറയുന്ന 3 കാരണങ്ങളിൽ ഒന്ന് ഈ നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്യുക. ഇൻ കേസ് ഈ പറയുന്ന പ്രൊക്ലമേഷൻ ഈ പറയുന്നത് ഈ രാജ്യത്ത് ത്രൂ ഔട്ട് നടപ്പിലാക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലോ വേണമെങ്കിലും പ്രൊക്ലെയിം ചെയ്യാൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. ആർട്ടിക്കിൾ 21 ഒഴികെയുള്ള എല്ലാ ഫണ്ടമെൻ്റൽ റൈറ്റ്സും സസ്പെൻഡ് ചെയ്യാൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഏതൊക്കെ ആർട്ടിക്കിൾസ് സസ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം കൂടി ചോദിക്കാൻ സാധ്യതയുണ്ട്. അതും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി യുദ്ധമോ എക്സ്റ്റേണൽ അഗ്രഷനോ മൂലമുണ്ടാവുന്ന നാഷണൽ എമർജൻസിക്ക് പറയുന്ന പേര് എക്സ്റ്റേണൽ എമർജൻസി എന്നും, ഇനി ഇന്ത്യക്കകത്തുള്ള ആംഡ് റിബല്യണിലൂടെയാണ് ഈ പറയുന്ന അടിയന്തരാവസ്ഥ വിളിച്ചു ചേർക്കുകയാണെങ്കിൽ അതിനെ ഇന്റേണൽ എമർജൻസി എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. യുദ്ധമോ വിദേശ അധിനിവേശമോ കാലം ഉണ്ടാവുന്ന ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് പറയുന്ന പേര് നമ്മൾ ഈ പറയുന്ന എക്സ്റ്റേണൽ എമർജൻസി എന്നും, അതുപോലെ തന്നെ ഇന്ത്യക്കകത്തുണ്ടാവുന്ന സായുധ വിപ്ലവത്തിലൂടെ ഉണ്ടാവുന്ന എമർജൻസിക്ക് ഇന്റേണൽ എമർജൻസി എന്നും പറയാറുണ്ട്. ഇനി ഏതൊക്കെ ആർട്ടിക്കിളുകൾ സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ള എല്ലാ ആർട്ടിക്കിൾസും സസ്പെൻഡ് ചെയ്താൽ പോലും, എല്ലാ മൗലിക അവകാശങ്ങൾ സസ്പെൻഡ് ചെയ്താൽ പോലും ആർട്ടിക്കിൾ 20, 21 എന്ന് പറയുന്ന ജീവിക്കാനുള്ള അവകാശം അതുപോലെ തന്നെ പോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല? സസ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ക്ലാസ് മനസ്സിലായി. എൻ്റെ പേര് ശ്യാംശങ്കർ എന്നാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നുണ്ട്, പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2 വേണ്ടിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള സ്ട്രാറ്റജിയുമായിട്ട് എൻട്രി നിങ്ങളുടെ ഒപ്പമുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനും ജോലി നേടുന്നതിനും വേണ്ടി സഹായിക്കാൻ എൻട്രി ഒരുക്കമാണ്. നിങ്ങൾ തയ്യാറാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഇന്ന് തന്നെ ബന്ധപ്പെടുക. ഓക്കെ, ഇപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇന്ന് തന്നെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക, നല്ല സമൂഹത്തിൽ വിലയുള്ള ഒരു ജോലിയാണ് ഈ പറയുന്ന പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2 എന്ന് പറയുന്നത്. സാമൂഹ്യനീതി വകുപ്പിൽ പ്രധാനപ്പെട്ട കേരള സംസ്ഥാന കീഴിലുള്ള പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക, നല്ല സ്ട്രാറ്റജിയുമായിട്ട് മുന്നോട്ട് പോവുക, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കംപ്ലയിൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തിടുക. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായിട്ട് ഇനിയും നമുക്ക് കാണാം. അതുവരെ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.